നമസ്കാരം. ഗവൺമെന്റ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോഡ്സ്മാൻ സിവിൽ ട്രേഡിൽ സെമിസ്റ്റർ 4 ബ്രിഡ്ജസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയററ്റിക്കൽ പ്രസന്റേഷൻ വീഡിയോയും ഒരു പ്രാക്ടിക്കൽ ഡ്രോയിങ് ഡെമോൺസ്ട്രേഷൻ വീഡിയോയും നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ രഞ്ജിത്ത്, ഗവൺമെന്റ് ITI മലമ്പുഴയിലെ സീനിയർ ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഈ രണ്ടാമത്തെ തിയററ്റിക്കൽ ലെസനകത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജസിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ മെയിനായിട്ട് അതിൻ്റെ ആദ്യം ക്ലാസിഫൈ ചെയ്യുന്നത് ലെങ്ത് ഓഫ് ബ്രിഡ്ജസ്, ബ്രിഡ്ജിൻ്റെ ലെങ്ത്തിനെ ബേസ് ചെയ്താണ്, സ്പാനിനെ ബേസ് ചെയ്താണ്. അതായത് അക്കോർഡിംഗ് ടു ലെങ്ത് ഓഫ് ബ്രിഡ്ജസ്, സ്പാനിനെ ബേസ് ചെയ്ത് ലോങ് സ്പാൻ ബ്രിഡ്ജസിൻ്റെ പ്രത്യേകത സ്പാന് 120 മീറ്ററിൽ കൂടുതലുള്ളതിനെല്ലാം ലോങ് സ്പാൻ ബ്രിഡ്ജസ് എന്ന് പറയുന്നു. ഇനി 30 മീറ്ററിനും 120 മീറ്ററിനും ഇടയിലുള്ളതെല്ലാം മേജർ ബ്രിഡ്ജസ് എന്ന് പറയുന്നു. 30 മീറ്ററിനും 120 മീറ്ററിനും ഇടയിലുള്ളതെല്ലാം മേജർ ബ്രിഡ്ജുകളും 30 മീറ്ററിനും 6 മീറ്ററിനും ഇടയിൽ, അതായത് 6 മീറ്ററിനും 30 മീറ്ററിനും ഇടയിലുള്ളതെല്ലാം മൈനർ ബ്രിഡ്ജുകളായും 6 മീറ്ററിൽ താഴെയുള്ളതിനെല്ലാം കൾവേർട്ടുകളായിട്ടും തിരിക്കുന്നു. ലോങ് സ്പാൻ ബ്രിഡ്ജസിന്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ 120 മീറ്ററിൽ കൂടുതലായിരിക്കും. മേജർ ബ്രിഡ്ജ് 30നും 120 മീറ്ററിനും ഇടയിലായിരിക്കും. മൈനർ ബ്രിഡ്ജ് 30 മീറ്ററിനും 6 മീറ്ററിനും, അതായത് 6 മീറ്ററിനും 30 മീറ്ററിനും ഇടയിലായിരിക്കും. 6 മീറ്ററിൽ താഴെയുള്ളതെല്ലാം കൾവേർട്ടും. ഈ കൾവേർട്ടിനകത്ത് 1 മീറ്ററിൽ താഴെ സ്പാനുള്ളതിനെ വെൻഡ് വേ എന്നും പറയുന്നു. അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ലോങ് സ്പാൻ ബ്രിഡ്ജസിന്റെ സ്പാന് മോർ ദാൻ 120 മീറ്റർ ആയിരിക്കും. മേജർ ബ്രിഡ്ജിന്റെ 30 to 120 മീറ്റർ ആയിരിക്കും സ്പാന്. മൈനർ ബ്രിഡ്ജിന്റെ 6 മുതൽ 30 മീറ്റർ ആയിരിക്കും. കൾവേർട്ടിന്റെ സ്പാന് ലെസ് ദാൻ 6 മീറ്റർ ആയിരിക്കും. ഇനി കൾവേർട്ടിന്റെ സ്പാന് 1 മീറ്ററിൽ താഴെയുള്ളതിനെല്ലാം വെൻഡ് വേ എന്നറിയുന്നു. കൾവേർട്ടിന്റെ സ്പാന് 1 മീറ്ററിൽ താഴെയുള്ളതെല്ലാം വെൻഡ് വേ എന്നറിയുന്നു. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ലെങ്ത് ഓഫ് ബ്രിഡ്ജസ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് ബ്രിഡ്ജസ് ആണ് ലോങ് സ്പാൻ ബ്രിഡ്ജ്, മേജർ ബ്രിഡ്ജ്, മൈനർ ബ്രിഡ്ജ്, കൾവേർട്ട്. ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടാണ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയലിനെ ബേസ് ചെയ്താണ്. നമുക്കറിയാം സാധാരണ ഉപയോഗിക്കുന്നത് ടിമ്പർ ഉപയോഗിക്കാറുണ്ട്, അതേപോലെ തന്നെ കോൺക്രീറ്റ് ഉപയോഗിക്കാറുണ്ട്, മേസൺറി ബ്രിഡ്ജുകൾ ഉപയോഗിക്കാറുണ്ട്, അയൺ ബ്രിഡ്ജുകൾ ഉപയോഗിക്കലുണ്ട്, പ്രീസ്ട്രസ്ഡ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റീൽ ബ്രിഡ്ജുകളും അതേപോലെ തന്നെ RCC ബ്രിഡ്ജിലും. അതിനകത്ത് പ്രീസ്ട്രസ്ഡ് മാത്രം നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. ഏതാ കംപ്രസീവ് സ്ട്രെസ് ആർട്ടിഫിഷ്യലായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു അല്ലെ. ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ കംപ്രസീവ് സ്ട്രെസ്സസ് ആർട്ടിഫിഷ്യലായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു, അതിനുശേഷം അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നു. ഇതിനെയാണ് പ്രീസ്ട്രസ്ഡ് ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ബ്രിഡ്ജസിലെ പറഞ്ഞവരാണ് പ്രീസ്ട്രസ്ഡ് ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ ടിമ്പർ, കോൺക്രീറ്റ്, മേസൺറി, അയൺ, സ്റ്റീൽ, RCC, പ്രീസ്ട്രസ്ഡ്, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ബ്രിഡ്ജസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതിനകത്ത് ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി പറയാൻ പറ്റൂ. സ്റ്റീൽ ബ്രിഡ്ജസിനെ ഞാൻ വീണ്ടും ക്ലാസിഫൈ ചെയ്യാണ്. ഒന്ന് സ്റ്റീൽ ട്രഫ് പ്ലേറ്റ് ബ്രിഡ്ജ് ആണ്. ഇവിടെ നോക്കിക്കോളൂ, അതിനകത്ത് ഞാനൊരു ഇമേജ് തന്നെ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കോളൂ, അബട്ട്മെന്റ്, ഇത് പിയർ, അബട്ട്മെന്റിന്റെയും പിയറിനെയും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ഗർഡർ, റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അല്ലെ. അതായത് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു 5 റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്ത് ടൈ റോഡ് വിത്ത് സ്പേസർ പൈപ്പ് അല്ലെ. ഇനി നോക്കിക്കോളൂ, ആ ബീമുകൾ പ്ലേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീലിൻ്റെ ട്രഫ് പ്ലേറ്റ് പ്ലേസ് ചെയ്യുന്നു. അതിനകത്ത് മാസ് കോൺക്രീറ്റ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്നു അല്ലെ. അതിനുശേഷം ഈ പറഞ്ഞ പോലെ കോൺക്രീറ്റിൻ്റെ തന്നെ ഒരു സ്ലാബ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇതാണ് സ്റ്റീൽ ട്രഫ് പ്ലേറ്റ് ബ്രിഡ്ജിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ട്രഫ് പ്ലേറ്റ് ബ്രിഡ്ജ്. ഈ സ്റ്റീൽ ട്രഫ് പ്ലേറ്റ് ബ്രിഡ്ജിന്റെ മാക്സിമം സ്പാൻ എന്ന് പറഞ്ഞാൽ അപ് ടു 50 മീറ്റർ ആണ്. സ്റ്റീൽ ട്രഫ് പ്ലേറ്റ് ബ്രിഡ്ജിന്റെ മാക്സിമം സ്പാൻ എന്ന് പറഞ്ഞാൽ അപ് ടു 50 മീറ്റർ ആണ്. അതാണ് സ്റ്റീൽ ട്രഫ് പ്ലേറ്റ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ സ്റ്റീൽ ഗട്ടർ ബ്രിഡ്ജ് ആണ്. നമുക്കറിയാം ഗട്ടർ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രക്ചറിന് ഉപയോഗിക്കുന്ന ഏറ്റവും മേജറായിട്ടുള്ള ബീമുകളെ, ഏറ്റവും വലിയ ബീമുകളെ പറഞ്ഞ പേരാണ് ഗർഡർ എന്ന് പറയാം അല്ലെ. ഇവിടെ സാധാരണ സ്റ്റീൽ ഗട്ടർ ബ്രിഡ്ജിനകത്ത് നമ്മൾ സ്റ്റീൽ സെക്ഷനുകൾ ഉപയോഗിച്ചിട്ടാണ് ഗട്ടർ ബീം നിർമ്മിക്കുന്നത്. നമുക്കറിയാം പ്ലേറ്റ് ഗട്ടർ, നമ്മൾ ഓൾറെഡി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വേറൊരു ടേം അറിയാം, പ്ലേറ്റ് ഗട്ടറിന്റെ പ്രത്യേകത, അതിനകത്ത് പ്ലേറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം വെബ് പ്ലേറ്റ് ആണ് അല്ലെ. പിന്നെ ആ വെബ് പ്ലേറ്റിന്റെ ബോട്ടും ടോപ്പും തമ്മിൽ കണക്ട് ചെയ്ത് ആംഗിൾ സെക്ഷൻ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ സ്റ്റീൽ ഗട്ടർ ബ്രിഡ്ജസിനകത്തും ഇവിടെയും ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ഐ സെക്ഷൻ ഡയറക്റ്റ് ആയിട്ടോ അതിന് മുകളിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡെക്ക് സ്ലാബ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ അല്ലെ ഇവിടെ ഒരു പ്ലേറ്റും ഈ പറഞ്ഞ പോലെ ആംഗിൾ സെക്ഷനും പ്ലേസ് ചെയ്യുന്നു അല്ലെ.
അതിനുശേഷം ഇതാണ് ഒരു ഗഡർ. അപ്പോൾ ഗഡറുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇൻക്ലൈൻ ഡയറക്ഷനിൽ രണ്ടിനും തമ്മിൽ കണക്ട് ചെയ്ത് ഇൻക്ലൈൻ ഡയറക്ഷനിൽ ഒരു മെമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനെ പറഞ്ഞ പേരാണ് ബ്രേസസ് എന്നുള്ള വാക്ക്. ഇത് ലോഡ് വരുന്ന സമയത്തുണ്ടാകുന്ന ബക്ലിങ്ങിനെ പ്രിവെന്റ് ചെയ്യാനാണ് ഈ ബ്രേസസ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ റെയിൽവേക്കകത്ത് ചെറിയ തരം സ്പാനുകളിലാണ് ഈ കാണുന്ന തരത്തിലുള്ള സ്റ്റീൽ ഗഡർ ബ്രിഡ്ജസിനെ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ. ഇവിടെ കുറച്ചും കൂടി വലിയ തരത്തിലുള്ള സ്റ്റീൽ ഗഡർ ബ്രിഡ്ജസ് ആണ്. അപ്പോൾ സ്റ്റീൽ ഗഡർ ബ്രിഡ്ജസ് സാധാരണ ഉപയോഗിക്കുന്ന റെയിൽവേക്കകത്ത് ചെറിയ സ്പാനുകൾക്കാണ് സ്റ്റീൽ ഗഡർ ബ്രിഡ്ജസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഗർഡറുകളെ തമ്മിൽ കണക്ട് ചെയ്ത് ബ്രേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലാറ്ററൽ ബക്ലിംഗ്. എന്താ ബക്ലിംഗ്? നമുക്കറിയാം, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ മെമ്പർ അതിന്റെ ആക്സിസിലൂടെ അല്ലെ, വെർട്ടിക്കൽ ആക്സിസ് അതിന്റെ ആക്സിസിലൂടെ അല്ലെങ്കിൽ സെൻട്രോയിഡിലൂടെ വേണം ലോഡ് പാസ് ചെയ്യാൻ. അല്ല എങ്കിൽ ആ കാണുന്ന സെക്ഷൻ, നമ്മൾ ഉദാഹരണം വിചാരിക്കാം ഒരു കോളം അല്ലെ, ആ കോളത്തിന്റെ സെൻട്രലുള്ള ആക്സിസിലൂടെ വേണം ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ. അല്ല എങ്കിൽ ആ ആക്സിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആ കോളം ബക്ലിംഗ് ഡിഫ്ലക്ട് ചെയ്യാൻ, അതിന്റെ ഷേപ്പിൽ നിന്ന് ഡിഫ്ലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനാണ് ബക്ലിംഗ്. അതുപോലെ തന്നെ ഇവിടെയും ലോഡ് വരുന്ന സമയത്ത് പ്ലേറ്റുകൾ ബക്കിൾ ചെയ്യാതിരിക്കാനാണ് ഇവിടെയും ബ്രേസസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റീൽ ഗർഡർ ബ്രിഡ്ജസ് അല്ലെ, റെയിൽവേക്കകത്ത് സ്മോൾ സ്പാൻ ബ്രിഡ്ജസിനകത്ത് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഗർഡറുകൾ തമ്മിൽ ബ്രേസ് ചെയ്തിട്ടുണ്ട്. അത് ലാറ്ററൽ ബക്ലിംഗ് പ്രിവെന്റ് ചെയ്യാനാണ്. ഇനി സ്റ്റീൽ ട്രസ് ബ്രിഡ്ജസ് ആണ് അല്ലെ. ഇവിടെ നോക്കിക്കോളൂ, ആ ഫ്ലോറിംഗ് സപ്പോർട്ട് ചെയ്യുന്നത് കുറെ ട്രസ് വർക്കുകളിലൂടെയാണ് ഫ്ലോറിംഗ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ സ്റ്റീൽ ട്രസ് ബ്രിഡ്ജസ് ഇത് മാക്സിമം സ്പാൻ അപ് ടു 100 മീറ്റർ വരെ ഉപയോഗിക്കാം. അപ്പോൾ സ്റ്റീൽ ട്രസ് ബ്രിഡ്ജസിന്റെ മാക്സിമം സ്പാൻ എന്ന് പറഞ്ഞാൽ അപ് ടു 100 മീറ്റർ. അപ്പോൾ ഈ കാണുന്ന തന്നെയാണ് ട്രസ് വർക്ക് എന്ന് പറയുന്നത് കേട്ടോ, ട്രസ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലോറിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഈ ട്രസ് വർക്കിലാണ്. അതുകൊണ്ടാണ് സ്റ്റീൽ ട്രസ് ബ്രിഡ്ജസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാക്സിമം സ്പാൻ എന്ന് പറഞ്ഞാൽ അപ് ടു 100 മീറ്റർ ആണ്. അതേപോലെ തന്നെ സസ്പെൻഷൻ ബ്രിഡ്ജസ്, തൂക്കുപാലങ്ങൾ, സസ്പെൻഷൻ ബ്രിഡ്ജസ് അല്ലെ. ഇവിടെ സസ്പെൻഷൻ ബ്രിഡ്ജസിനകത്ത് സസ്പെൻഷൻ ബ്രിഡ്ജസ് സാധാരണ നമുക്കറിയാം വയർ റോപ്സുകളും മറ്റാണ്. ഇവിടെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നടന്ന് വയർ റോപ്സും ഈ കാണുന്ന സസ്പെൻഡേഴ്സ് ആണ് അല്ലെ. ഇവിടെ ഫ്ലോറിംഗ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ സസ്പെൻഡേഴ്സ് ആണ് അല്ലെ. ആ സസ്പെൻഡേഴ്സ് ഏതിനകത്താ? അപ്പോൾ ഇവിടെ ഈ കാണുന്ന വയർസിൽ വരുന്ന ടെൻഷനാണ്. ഇവിടെ എടുക്കുന്ന ഈ വയർ റോപ്സ് എന്ന് പറയുന്നത് ടെൻഷൻ എടുക്കുന്ന മെമ്പറാണ്. അപ്പോൾ സസ്പെൻഡേഴ്സ് എന്ത് ചെയ്യുന്നു? ഈ ഫ്ലോറിംഗ് പാർട്ടിനെ അല്ലെങ്കിൽ റോഡ്വേ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നു. വയർ റോപ്സ് അത് റോഡ്വേനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വയർ റോപ്സ് റോഡ്വേ സപ്പോർട്ട് ചെയ്യുന്നത് ഏതിന്റെ സഹായത്തിലാണ്? ഈ സസ്പെൻഡേഴ്സ് വെച്ചിട്ടാണ്. സസ്പെൻഡേഴ്സ് സഹായത്താൽ ഈ റോഡ്വേനെ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് സസ്പെൻഷൻ ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. നോക്കി നോക്കാം, വയർ റോപ്സും സസ്പെൻഡേഴ്സും, ഇതാണ് ഇതിന്റെ സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെ. വയർ റോപ്സ് ഈ റോഡ്വേ സപ്പോർട്ട് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഈ സസ്പെൻഡേഴ്സിന്റെ സഹായത്താലാണ് ഈ റോഡ്വേനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ പ്രത്യേകത. നോക്കിക്കോളൂ, നേരത്തെ ഞാൻ പറഞ്ഞു സ്റ്റീൽ ട്രഫ് പ്ലേറ്റിന്റെ മാക്സിമം സ്പാൻ എന്ന് പറഞ്ഞാൽ അപ് ടു 50 മീറ്റർ ആണ്. സ്റ്റീൽ ഗർഡർ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത് റെയിൽവേ ബ്രിഡ്ജസിനകത്ത് ചെറിയ സ്മോൾ സ്പാനിനകത്താണ്. അതുമാത്രമല്ല ഗർഡേഴ്സ് തമ്മിൽ ബ്രേസ് ചെയ്തിട്ടുണ്ട്. എന്തിനാ? ലാറ്ററൽ ബക്ലിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. സ്റ്റീൽ ട്രസ് ബ്രിഡ്ജിന്റെ മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് അപ് ടു 100 മീറ്റർ ആണ് അല്ലെ. അതേപോലെ തന്നെ സസ്പെൻഷൻ ബ്രിഡ്ജസിനകത്ത് വയർ റോപ്സും സസ്പെൻഡേഴ്സും അല്ലെ, അതാണ് റോഡ്വേനെ സപ്പോർട്ട് ചെയ്യുന്നത്. വയർ റോപ്സും സസ്പെൻഡേഴ്സും അതാണ് റോഡ്വേനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി RCC ബ്രിഡ്ജസിനകത്ത് നമുക്കറിയാം വെറും സ്ലാബ് ബ്രിഡ്ജസ് ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ ബീമും സ്ലാബും, ടി ബീം ആൻഡ് സ്ലാബ് ബ്രിഡ്ജ്, നമ്മൾ കഴിഞ്ഞ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത പോലത്തുള്ള ടി ബീമുകളും സ്ലാബ് ബ്രിഡ്ജുകളും. അതേപോലെ തന്നെ RCC റിജിഡ് ഫ്രെയിം ബ്രിഡ്ജ് അല്ലെ. RCC റിജിഡ് ഫ്രെയിം ബ്രിഡ്ജ് ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഫ്ലോറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാം കൂടി ഇതൊരു കണക്റ്റഡ് മെമ്പേഴ്സ് ആണ്. അതാണ് റിജിഡ് ഫ്രെയിം ബ്രിഡ്ജ് എന്ന് പറയാനുള്ള കാരണം അല്ലെ. ഇതെല്ലാം RCCയുടെ തന്നെ റിജിഡ് ഫ്രെയിം, നമ്മൾ സാധാരണ ട്രസ് വർക്ക് പോലെ ഇവിടെ ട്രസ് സാധാരണ ഇവിടെ നേരത്തെ റോഡ്വേ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ സ്റ്റീൽ ബ്രിഡ്ജിനകത്ത് കണ്ടു. ഇവിടെ ഈ സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം ഈ RCC മെമ്പേഴ്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ RCC റിജിഡ് ഫ്രെയിം ബ്രിഡ്ജ് എന്ന് പറയുന്നത്. റിജിഡ് ഫ്രെയിം ബ്രിഡ്ജ് എല്ലാ ഭാഗവും സപ്പോർട്ടാണ്, പരസ്പരം കണക്റ്റഡ് ആണ്. അതാണ് RCC റിജിഡ് ഫ്രെയിം ബ്രിഡ്ജ്. ഇതിന്റെ പ്രത്യേകത മാക്സിമം സ്പാൻ, ഒരൊറ്റ ഡയറക്ഷനിലെ മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. ഇവിടെ മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. സാധാരണ ടി ബീം ആൻഡ് സ്ലാബ് ബ്രിഡ്ജും ഉപയോഗിക്കുന്ന സ്പാന് 20 മീറ്റർ ആണ്. ടി ബീം ആൻഡ് സ്ലാബ് ബ്രിഡ്ജും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാക്സിമം സ്പാൻ എന്ന് പറഞ്ഞാൽ 20 മീറ്റർ തന്നെ. ഇതും ഒരു വൺ വേക്കകത്തുള്ള സ്പാൻ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 20 മീറ്റർ തന്നെയാണ്.
അതാണ് RCC റിജിഡ് ഫ്രെയിം ബ്രിഡ്ജ്. RCC റിജിഡ് ഫ്രെയിം ബ്രിഡ്ജസ്. അതേപോലെ തന്നെ RCC മൾട്ടിപ്പിൾ സ്പാൻ പോർട്ടൽ ബ്രിഡ്ജ്. നമുക്കറിയാം, നമ്മൾ സാധാരണ കാണുന്ന ഒരുപാട് സ്പാനോടുകൂടിയ പോർട്ടൽ ബ്രിഡ്ജസുകൾ അല്ലെ. RCC മൾട്ടിപ്പിൾ സ്പാൻ പോർട്ടൽ ബ്രിഡ്ജ്. അതിനകത്ത് മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് 16 മീറ്റർ ആണ്. ഒരു വേല 16 മീറ്റർ ആണ് മാക്സിമം സ്പാൻ. 16 മീറ്ററിൽ കൂടുതൽ സ്പാൻ ഉപയോഗിക്കാം. 16 മീറ്ററിൽ കൂടുതൽ സ്പാൻ ഉപയോഗിക്കാം. RCC മൾട്ടിപ്പിൾ സ്പാൻ പോർട്ടൽ ബ്രിഡ്ജസിനകത്ത് 16 മീറ്ററിൽ കൂടുതൽ സ്പാനുകളായിട്ട് ഉപയോഗിക്കാം. RCC ഡബിൾ കാൻഡിലിവർ ബ്രിഡ്ജ് അല്ലെ. RCC ഡബിൾ കാൻഡിലിവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് നോക്കിക്കോളൂ. ഇതൊരു കാൻഡിലിവർ പോർഷൻ ആണ്, ഇതൊരു കാൻഡിലിവർ പോർഷൻ അല്ലെ. ഈ കാണുന്ന കോളത്ത് നിന്ന് ഇങ്ങോട്ട് കാൻഡിലിവർ പോർഷൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇവിടെയും കാൻഡിലിവർ പോർഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നു. ഈ രണ്ട് പീറുകളെ തമ്മിൽ ഇവിടെ കാൻഡിലിവർ ആയിട്ട് കണക്ട് ചെയ്യുന്നു അല്ലെ. അതാണ് RCC ഡബിൾ കാൻഡിലിവർ ബ്രിഡ്ജ് എന്ന് പറയാം. ഇതിന്റെ സ്പാനും അപ് ടു 70 മീറ്റർ വരെ ഉപയോഗിക്കാം. ഇതിന്റെ മാക്സിമം സ്പാൻ അപ് ടു 70 മീറ്റർ വരെ ഉപയോഗിക്കാം. അതുമാത്രമല്ല, ഇതിനെ ബാലൻസ്ഡ് കാൻഡിലിവർ ബ്രിഡ്ജ് എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. RCC ഡബിൾ കാൻഡിലിവർ ബ്രിഡ്ജിനെ ബാലൻസ്ഡ് കാൻഡിലിവർ ബ്രിഡ്ജ് എന്നും പറയുന്നുണ്ട്. RCC ഡബിൾ കാൻഡിലിവർ ബ്രിഡ്ജിനെ ബാലൻസ്ഡ് കാൻഡിലിവർ ബ്രിഡ്ജ് എന്ന് ഉപയോഗിക്കുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് അപ് ടു 70 മീറ്റർ ആണ്. RCC ഡബിൾ കാൻഡിലിവർ ബ്രിഡ്ജിനകത്തുള്ള മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് അപ് ടു 70 മീറ്റർ ആണ്. ഇതിനെ ബാലൻസ്ഡ് കാൻഡിലിവർ ബ്രിഡ്ജ് എന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ RCC ബോസ്ട്രിങ് ഗർഡർ ബ്രിഡ്ജ് ആണ്. ബോസ്ട്രിങ് ഇവിടെ നോക്കിയോളൂ. ഇവിടെ ഈ പറഞ്ഞതാണ് ബോസ്ട്രിങ് എന്നുള്ള വാക്ക്. ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ബോസ്ട്രിങ്ങിലൂടെയാണ് അല്ല. ഇവിടെ സ്ട്രിങ് എന്നുള്ള വാക്ക്, ഈ കാണുന്ന തന്നെ സ്ട്രിങ് എന്നുള്ള വാക്ക് അല്ലെ. ബോ അതേപോലെ തന്നെ സ്ട്രിങ്ങുകളും ബോസ്ട്രിങ് ബ്രിഡ്ജുകൾ. ഇവിടെയും സ്പാൻ എന്ന് പറഞ്ഞാൽ അപ് ടു 100 മീറ്റർ സ്പാൻ വരെ ഉപയോഗിക്കാം. അപ് ടു 100 മീറ്റർ സ്പാൻ വരെ ഉപയോഗിക്കാം. അപ്പോൾ RCC ബോസ്ട്രിങ് ഗർഡർ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത് സൂട്ടബിൾ അപ് ടു 100 മീറ്റർ സ്പാൻ. 100 മീറ്റർ സ്പാൻ വരെയുള്ള ലെങ്ത്തിന് ഉപയോഗിക്കാം. 100 മീറ്റർ സ്പാൻ വരെ RCC ബോസ്ട്രിങ് ഗർഡർ ബ്രിഡ്ജുകൾ ഉപയോഗിക്കാം. ഇവിടെ നോക്കിക്കോളൂ. RCC സ്ലാബ് ബ്രിഡ്ജ്, TB1 സ്ലാബ് ബ്രിഡ്ജ് നമുക്ക് മാക്സിമം സ്പാൻ തന്ന അപ് ടു 20 മീറ്റർ ആണ് അല്ലെ. മാക്സിമം സ്പാൻ തന്ന അപ് ടു 20 മീറ്റർ ആണ്. റിജിഡ് ഫ്രെയിം ബ്രിഡ്ജിന്റെ RCC റിജിഡ് ഫ്രെയിം ബ്രിഡ്ജിന്റെ പ്രത്യേകത, നമുക്ക് ഒരു ഡയറക്ഷനിൽ എത്ര മാക്സിമം 20 മീറ്റർ സ്പാൻ വരെ ഉപയോഗിക്കാം. മാക്സിമം സ്പാൻ ഓഫ് വൺ വേ ആസ് 20 മീറ്റർ. RCC മൾട്ടിപ്പിൾ സ്പാൻ പോർട്ടൽ ബ്രിഡ്ജിനകത്ത് 16 മീറ്ററിൽ കൂടുതൽ സ്പാൻ ഉള്ളതിനെല്ലാം RCC മൾട്ടിപ്പിൾ സ്പാൻ പോർട്ടൽ ബ്രിഡ്ജ് ഉപയോഗിക്കാം. 16 മീറ്ററിൽ കൂടുതൽ സ്പാൻ ഉള്ളതിനെല്ലാം RCC മൾട്ടിപ്പിൾ സ്പാൻ പോർട്ടൽ ബ്രിഡ്ജിൽ ഉപയോഗിക്കാം. കാൻഡിലിവർ ബ്രിഡ്ജിന്റെ മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് അപ് ടു 70 മീറ്റർ ആണ്. അതിനെ തന്നെ ബാലൻസ്ഡ് കാൻഡിലിവർ ബ്രിഡ്ജ് എന്നും പറയുന്നുണ്ട്. RCC ഡബിൾ കാൻഡിലിവർ ബ്രിഡ്ജിനെ ബാലൻസ്ഡ് കാൻഡിലിവർ ബ്രിഡ്ജ് എന്നുള്ള വാക്കും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ RCC ബോസ്ട്രിങ് ബ്രിഡ്ജ്, അതിന്റെ മാക്സിമം സ്പാൻ എന്ന് പറഞ്ഞാൽ അപ് ടു 100 മീറ്റർ സ്പാൻ വരെ ഉപയോഗിക്കാം. RCC ബോസ്ട്രിങ് ഗർഡർ ബ്രിഡ്ജ്, RCC ബോസ്ട്രിങ് ഗർഡർ ബ്രിഡ്ജിനകത്ത് സൂട്ടബിൾ അപ് ടു 100 മീറ്റർ സ്പാൻ. അപ്പോൾ RCC ബ്രിഡ്ജുകൾ സ്ലാബ് ബ്രിഡ്ജ്, TB1 സ്ലാബ് ബ്രിഡ്ജ്, റിജിഡ് ഫ്രെയിം ബ്രിഡ്ജ്, മൾട്ടിപ്പിൾ സ്പാൻ പോർട്ടൽ ബ്രിഡ്ജ്, ഡബിൾ കാൻഡിലിവർ ബ്രിഡ്ജ്, ബോസ്ട്രിങ് ഗർഡർ ബ്രിഡ്ജ്. ഇത്രയാണ് RCC ബ്രിഡ്ജസിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി മൂന്നാമതൊരു ക്ലാസിഫിക്കേഷൻ പറയുന്നത് പൊസിഷൻ ഓഫ് ബ്രിഡ്ജ് ഫ്ലോർ. ബ്രിഡ്ജിന്റെ ഫ്ലോറിന്റെ പൊസിഷൻ എവിടെയാണോ അതിനെ ബേസ് ചെയ്താണ് മൂന്നാമത് ക്ലാസിഫൈ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണിത്. ബ്രിഡ്ജിന്റെ ബ്രിഡ്ജ് ഫ്ലോറിന്റെ പൊസിഷൻ എവിടെയാണോ അതിനനുസരിച്ചിട്ടാണ് ഇനി ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കോളൂ. ബ്രിഡ്ജ് ഫ്ലോറിന്റെ പൊസിഷൻ സൂപ്പർ സ്ട്രക്ചറിന് മുകളിലാണെങ്കിൽ അതിനെ ഡെക്ക് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു. ബ്രിഡ്ജ് ഫ്ലോറിന്റെ പൊസിഷൻ സൂപ്പർ സ്ട്രക്ചറിന് മുകളിലാണെങ്കിൽ, സൂപ്പർ സ്ട്രക്ചറിന്റെ മുകളിലാണ് ഫ്ലോർ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, ബ്രിഡ്ജ് ഫ്ലോർ സപ്പോർട്ട് ചെയ്യുന്നത് സൂപ്പർ സ്ട്രക്ചറിന്റെ മുകളിലാണെങ്കിൽ, സൂപ്പർ സ്ട്രക്ചറിന്റെ മുകളിലാണ് ബ്രിഡ്ജ് ഫ്ലോർ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡെക്ക് ബ്രിഡ്ജ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ത്രൂ ബ്രിഡ്ജിന്റെ പ്രത്യേകത, ഇവിടെ ഫ്ലോർ സപ്പോർട്ട് ചെയ്യുന്നത് സൂപ്പർ സ്ട്രക്ചറിന്റെ ബോട്ടത്തിലാണ് ഫ്ലോർ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ത്രൂ ബ്രിഡ്ജ് എന്നും, ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ സെമി ത്രൂ ബ്രിഡ്ജ് എന്നും പറയുന്നു. ഒന്നുകൂടി ചോദിക്കോളൂ. ഇവിടെ ഡെക്ക് ബ്രിഡ്ജ്, ഇവിടെ ഈ ഫ്ലോർ സപ്പോർട്ട് ചെയ്യുന്നത് സൂപ്പർ സ്ട്രക്ചറിന്റെ മുകളിലാണ്. ഫ്ലോർ സപ്പോർട്ട് ചെയ്യുന്നത് സൂപ്പർ സ്ട്രക്ചറിന്റെ മുകളിലാണെങ്കിൽ ഡെക്ക് ബ്രിഡ്ജ് എന്ന് പറയുന്നു അല്ലെ. ഇനി അതേപോലെ തന്നെ അടുത്ത് പറഞ്ഞത് ത്രൂ ബ്രിഡ്ജ് ആണ്. എന്താ ത്രൂ ബ്രിഡ്ജിന്റെ പ്രത്യേകത? ഇവിടെ നോക്കിക്കോളൂ. ഇതൊരു ത്രൂ ആർച്ച് ബ്രിഡ്ജ് ആണ് അല്ലെ. ഇവിടെ ഫ്ലോർ സപ്പോർട്ട് ചെയ്യുന്നത് സൂപ്പർ സ്ട്രക്ചറിന്റെ അടിഭാഗത്താണ്, ബോട്ടത്താണെങ്കിൽ. ഇവിടെ ഫ്ലോർ സപ്പോർട്ട് ചെയ്യുന്നത് സൂപ്പർ സ്ട്രക്ചറിന്റെ ബോട്ടത്തിലാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ത്രൂ ബ്രിഡ്ജ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ ഫ്ലോർ സപ്പോർട്ട് ചെയ്യുന്നത് സൂപ്പർ സ്ട്രക്ചറിന്റെ അടിഭാഗത്താണെങ്കിൽ അതിനെയാണ് ത്രൂ ബ്രിഡ്ജ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ
ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലാണെങ്കിൽ, ഏതാ ഫ്ലോർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലാണെങ്കിൽ ഇതിനെ പറഞ്ഞ പേരാണ് സെമി ത്രൂ ബ്രിഡ്ജസ് എന്ന് പറയാം. ബ്രിഡ്ജിന്റെ ഫ്ലോർ സൂപ്പർ സ്ട്രക്ചറിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ സെമി ത്രൂ ബ്രിഡ്ജ് എന്ന് പറയുന്നു. ബ്രിഡ്ജിന്റെ ഫ്ലോർ സൂപ്പർ സ്ട്രക്ചറിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ സെമി ത്രൂ ബ്രിഡ്ജസ് എന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെക്ക് ബ്രിഡ്ജിന്റെ പ്രത്യേകത സൂപ്പർ സ്ട്രക്ചറിന്റെ മുകളിലാണ്, ഇവിടെ നോക്കിക്കോളൂ, ഇതിനകത്ത് തന്നെ കണ്ടുപറയാം, സൂപ്പർ സ്ട്രക്ചറിന്റെ മുകളിലാണ് ഏതാ ഫ്ലോർ ബ്രിഡ്ജ് ഫ്ലോർ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഡെക്ക് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കോളൂ, bridge having its floor supported at the top of superstructure, that is traffic is supported at the top of main girder of the bridge. ബ്രിഡ്ജിന്റെ മെയിൻ ഗർഡറിന്റെ മുകളിലാണ് ട്രാഫിക് സപ്പോർട്ട് ചെയ്യുന്നത്, ഇത് ഫ്ലോറിംഗ് ഉള്ളത്. അതിനെയാണ് ഡെക്ക് ബ്രിഡ്ജ് എന്നുള്ള വാക്ക്. ഇനി ഏതാ സൂപ്പർ സ്ട്രക്ചറിന്റെ താഴെയാണ് ബ്രിഡ്ജ് ഫ്ലോർ വരുന്നതെങ്കിൽ അതിനെയാണ് ത്രൂ ബ്രിഡ്ജ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. സൂപ്പർ സ്ട്രക്ചറിന്റെ താഴെയാണ് ഫ്ലോർ വരുന്നെങ്കിൽ, സൂപ്പർ സ്ട്രക്ചറിന്റെ താഴെയാണ് ഫ്ലോർ വരുന്നെങ്കിൽ അതിനെയാണ് ത്രൂ ബ്രിഡ്ജ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ത്രൂ ബ്രിഡ്ജ് എന്നുള്ള വാക്ക് പറയുന്നത്, ത്രൂ ബ്രിഡ്ജ് എന്നുള്ള വാക്ക് പറയുന്നത് അതിനെ ഇവിടെ പറയുന്നത് ബ്രിഡ്ജ് ഹാവിംഗ് ഇറ്റ്സ് ഫ്ലോർ സപ്പോർട്ടഡ് at the bottom of superstructure. Bridge having its floor supported at the bottom of superstructure. ഇനി സെമി ത്രൂ ബ്രിഡ്ജിന്റെ പ്രത്യേകത, ഇവിടെ ഫ്ലോർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലാണെങ്കിൽ അതിനെയാണ് സെമി ത്രൂ ബ്രിഡ്ജസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, അല്ലെ. ബ്രിഡ്ജ് ഹാവിംഗ് ഇറ്റ്സ് ഫ്ലോർ സപ്പോർട്ടഡ് അറ്റ് സം ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് ദ സൂപ്പർസ്ട്രക്ചറിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലാണ് ബ്രിഡ്ജ് ഫ്ലോർ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സെമി ത്രൂ ബ്രിഡ്ജസ് എന്നുള്ള വാക്ക് പറയുന്നത്. അപ്പോൾ ഡെക്ക് ബ്രിഡ്ജ്, ത്രൂ ബ്രിഡ്ജ്, സെമി ത്രൂ ബ്രിഡ്ജ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻസ് ആണ്, ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഇനി നാലാമത്തെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ ആണ്. സൂപ്പർ സ്ട്രക്ചറിന്റെ ടൈപ്പിനനുസരിച്ച്, അത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, RCCക്കകത്ത് സ്ലാബ് ബ്രിഡ്ജ് ഉണ്ട്, അല്ലെ. സ്ലാബ് ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്താ, സ്ലാബ് ഡയറക്ട്ലി സപ്പോർട്ട് അവിടെ നോക്കിക്കോളൂ. അത് ഞാൻ ഒരു ഇമേജ് കാണിച്ചു തരാം. ഇവിടെ ഈ കോളത്തിനകത്ത്, അല്ലെ, വെർട്ടിക്കൽ ഈ കോളത്തിനകത്ത് അല്ലെങ്കിൽ പിയറിനകത്ത് കോളം ബെൻഡ് എന്നുള്ള വാക്കാണ് നമ്മൾ പറഞ്ഞിരുന്നത്, അല്ലെ. ഈ കാണുന്ന പിയറിനെ കോളം ബെൻഡ് എന്നുള്ള വാക്കാണ്. അപ്പോൾ അതിന്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് സ്ലാബ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രിഡ്ജുകളെ പറയുന്ന സ്ലാബ് ബ്രിഡ്ജ് എന്നുള്ള വാക്ക്. അതേപോലെ തന്നെ നമുക്കറിയാം ബീം ബ്രിഡ്ജ്, ടി ബീം ആൻഡ് സ്ലാബ് ബ്രിഡ്ജ്, അല്ലെ. ടി ബീം ആൻഡ് സ്ലാബ് ബ്രിഡ്ജ് നമ്മൾ സാധാരണ കാണുന്ന ടി ബീം ആൻഡ് സ്ലാബ് ബ്രിഡ്ജ് ഉണ്ട്, അല്ലെ. അതുകൂടാതെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ട്രസ് ബ്രിഡ്ജ്, അല്ലെ. ട്രസ് ആയിരുന്നു അതിനകത്ത്, ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഫ്ലോറിംഗ് സപ്പോർട്ട് ചെയ്യുന്ന കംപ്ലീറ്റ് സ്റ്റീൽ ട്രസ് വർക്കുകളാണ്, അല്ലെ. അതുകൊണ്ട് ഇതിനെ ട്രസ് ബ്രിഡ്ജ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ആർച്ച് ബ്രിഡ്ജ്, അല്ലെ. ആർച്ച് ബ്രിഡ്ജിന്റെ പ്രത്യേകത, ഷേപ്പ് എന്തായിരിക്കും, ആർച്ച് ആയിരിക്കും, അല്ലെ. ഇതൊരു ആർച്ച് ബ്രിഡ്ജാണ്. അല്ലെങ്കിൽ നമുക്കറിയാം മേസണറി ആർച്ച് ബ്രിഡ്ജുകളുണ്ട്, അല്ലെ. അതേപോലെ തന്നെ സസ്പെൻഷൻ ബ്രിഡ്ജുകൾ, അല്ലെ. ഇവിടെ ഈ സൂപ്പർ സ്ട്രക്ചറിന്റെ പ്രത്യേകത വയേഴ്സ് ആണ്, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെ. വയർ റോപ്സുകളും അതുപോലെ തന്നെ സസ്പെൻഡേഴ്സും ആണ്, അല്ലെ. നേരത്തെ പറഞ്ഞ അതേ വാചകം തന്നെ ഇത് തന്നെയാണ്, അല്ലെ. വയേഴ്സും അതുപോലെ തന്നെ എന്താ കുറേ സസ്പെൻഡേഴ്സ് ആണ് ഇതിനകത്ത്, സസ്പെൻഷൻ ബ്രിഡ്ജസ്. അപ്പോൾ ഇത് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയാ, സ്ലാബ് ബ്രിഡ്ജ്, ബീം ബ്രിഡ്ജ്, ട്രസ് ബ്രിഡ്ജ്, ആർച്ച് ബ്രിഡ്ജ്, സസ്പെൻഷൻ ബ്രിഡ്ജ്. ഈ സസ്പെൻഷൻ ബ്രിഡ്ജുമായിട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, യൂട്ടിലൈസ് ദ വയർ റോപ്സ് which support the roadway by suspenders. അപ്പോൾ according to the type of superstructure, slab bridge, beam bridge, truss bridge, arch bridge, suspension bridges. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു റോഡ് ലെവൽ ആണ്. റോഡ് ലെവലിനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്ന് ഹൈ ലെവൽ ബ്രിഡ്ജും അതുപോലെ തന്നെ സബ്മർസിബിൾ ബ്രിഡ്ജസും. അതായത് ഫ്ലോറിങ് ഏതുമായിട്ട് ലെവലായിരിക്കും, വാട്ടർ ലെവലിന് അടുത്തായിരിക്കും, അതാണ് സബ്മർസിബിൾ ബ്രിഡ്ജസ് എന്ന് പറയുക. ഹൈ ഫ്ലഡ് ലെവലിന് സമയത്ത് ഈ കാണുന്ന ഫ്ലോറിന് മുകളിലൂടെ എന്ത് ചെയ്യാം, വെള്ളം ഒഴുകി പോവാം. അപ്പോൾ റോഡ് ലെവൽ ഏതാ, നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചു ഡെക്ക് ബ്രിഡ്ജ്, അല്ലെ. അതിന്റെ പ്രത്യേകത എവിടെയാ, സ്ലാബ് സൂപ്പർ സ്ട്രക്ചറിന്റെ മുകളിലാണ്, അപ്പോൾ അത് ഹൈ ലെവൽ ബ്രിഡ്ജ് ആണ്, അല്ലെ. സൂപ്പർ സ്ട്രക്ചറിന് താഴെയോട്ട് വരുന്തോറും അതെന്തായി മാറും, സബ്മർസിബിൾ ആയി മാറും. അതാണ് അക്കോർഡിംഗ് ടു റോഡ് ലെവൽ, ഹൈ ലെവൽ ബ്രിഡ്ജും സബ്മർസിബിൾ ബ്രിഡ്ജസും. അക്കോർഡിംഗ് ടു റോഡ് ലെവൽ, ഹൈ ലെവൽ ബ്രിഡ്ജും സബ്മർസിബിൾ ബ്രിഡ്ജും. അതേപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ ഡ്യൂറേഷൻ ഓഫ് യൂസ്, അല്ലെ. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബ്രിഡ്ജുകൾ, അതായത് പെർമനന്റ് ആയിട്ടുള്ള ബ്രിഡ്ജുകൾ. ചിലപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങളിൽ താൽക്കാലികമായ ബ്രിഡ്ജ് നിർമ്മിക്കേണ്ടി വരും, ടെമ്പററി ബ്രിഡ്ജസ്, അല്ലെ. ചില പർപ്പസിന് വേണ്ടിയിട്ട്,
അല്ലെ? ഒരു അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഒരു ബ്രിഡ്ജ് നിർമ്മിക്കും, അതിനെയാണ് മിലിറ്ററി ബ്രിഡ്ജ് എന്ന് പറയാം. അപ്പോൾ ഇവിടെയും അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് പെർമനന്റ് ബ്രിഡ്ജ്, ടെമ്പററി ബ്രിഡ്ജ്, അതേപോലെ തന്നെ മിലിറ്ററി ബ്രിഡ്ജ്. അത് ഡ്യൂറേഷൻ ഓഫ് യൂസ്, ആ കാണുന്ന വാക്കാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയും ക്വസ്റ്റ്യൻ തരാം, ഈ പെർമനന്റ് ബ്രിഡ്ജ്, ടെമ്പററി ബ്രിഡ്ജ്, മിലിറ്ററി ബ്രിഡ്ജ്, ഇത് ഏത് ക്ലാസിഫിക്കേഷൻ, ബ്രിഡ്ജസിന്റെ ഏത് ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ്? ഡ്യൂറേഷൻ ഓഫ് യൂസ് അല്ലെ? ഈ ഹൈ ലെവൽ ബ്രിഡ്ജും സബ്മർസിബിൾ ബ്രിഡ്ജസ് ക്ലാസിഫൈ ചെയ്ത് ഏതിനെ ബേസ് ചെയ്ത? റോഡ് ലെവലിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു റോഡ് ലെവൽ, ഹൈ ലെവൽ ബ്രിഡ്ജ് ആൻഡ് സബ്മർസിബിൾ ബ്രിഡ്ജ്. അക്കോർഡിംഗ് ടു ദ ഡ്യൂറേഷൻ ഓഫ് യൂസ്, പെർമനന്റ് ബ്രിഡ്ജ്, ടെമ്പററി ബ്രിഡ്ജ്, മിലിറ്ററി ബ്രിഡ്ജ്. ഡ്യൂറേഷൻ ഓഫ് യൂസ് ഉപയോഗിക്കുന്ന കാലഘട്ടം അല്ലെ? പെർമനന്റ് ആയിട്ടുള്ള ബ്രിഡ്ജുകൾ, അതുപോലെ തന്നെ താൽക്കാലികമായിട്ടുള്ള ആവശ്യമുള്ള ബ്രിഡ്ജുകൾ, അതുപോലെ തന്നെ പ്രത്യേക സാഹചര്യങ്ങളിൽ, ഒരു അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾ നിർമ്മിക്കുന്ന ബ്രിഡ്ജുകൾ അല്ലെ? മിലിറ്ററി ബ്രിഡ്ജ്. ഇതാണ് അക്കോർഡിംഗ് ടു ദ ഡ്യൂറേഷൻ ഓഫ് യൂസ്. അതേപോലെ തന്നെ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ അനുസരിച്ചിട്ട് ഒന്ന് അക്യൂഡക്റ്റ് അല്ലെ? ഇവിടെ അക്യൂഡക്റ്റിനെ ആക്കാൻ ആദ്യം ഞാനൊരു ഇമേജ് തന്നെ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഈ വാട്ടർ ക്യാരി ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് മുകളിലൂടെയും താഴെ ഒരു നാച്ചുറൽ ഡ്രെയിനും ഉണ്ട് അല്ലെ? അതൊരു നാച്ചുറൽ ആയിട്ടൊരു വാട്ടർ കോഴ്സ് ആണ്. അടിഭാഗത്തോടെ ഒരു വാട്ടർ കോഴ്സ് ഉണ്ട്. അതിന് മുകളിൽ ഒരു വാട്ടർ ക്യാരി ചെയ്യുന്ന ബ്രിഡ്ജ് മുകളിൽ നിർമ്മിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോൾ നാച്ചുറൽ വാട്ടർ കോഴ്സ്, അതിന് മുകളിൽ വാട്ടർ ക്യാരി ചെയ്യുന്ന വേറൊരു ബ്രിഡ്ജ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് അക്യൂഡക്റ്റ് എന്ന് പറയാം. ഇവിടെ വീണ്ടും ഈ കാണുന്ന അക്യൂഡക്റ്റിനെ വീണ്ടും നമ്മൾ ഇറിഗേഷനകത്ത് വീണ്ടും പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ കേട്ടോ. നാച്ചുറൽ വാട്ടർ മുകളിൽ അവിടെ കനാൽ, ഈ പോകുന്ന വാട്ടർ എന്ന് പറയുന്നത് കനാലായിട്ടാണ് അവിടുത്തെ ഡെഫിനിഷനകത്ത് പറഞ്ഞത്. അതായത് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഡ്രെയിനിന് മുകളിൽ കനാലാണ് വരുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ഡ്രെയിൻ മീൻസ് നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ കോഴ്സ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജലാശയം, ഒരു പുഴ, അതിന് മുകളിൽ വാട്ടർ കയറുന്ന വേറൊരു ബ്രിഡ്ജ് അല്ലെങ്കിൽ വാട്ടർ കയറുന്ന വേറൊരു സ്ട്രക്ചർ പോവുകയാണെങ്കിൽ അതിനെയാണ് അക്യൂഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴും പറയുന്നുണ്ട് അക്യൂഡക്റ്റ് എവിടെയാ? ഈ വാട്ടർ കയറുന്ന ബ്രിഡ്ജ് മുകളിലാണ് അല്ലെ? അത് ആ കാണുന്ന ബ്രിഡ്ജ് കൺസിഡർ ചെയ്ത അക്രോസ് ദ നാച്ചുറൽ ഡ്രെയിനിന് കുറുകെ വാട്ടർ ക്യാരി ചെയ്യുന്ന ബ്രിഡ്ജ് മുകളിലൂടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ പറഞ്ഞ പേരാണ് അക്യൂഡക്റ്റ് എന്ന് പറയുക. കനാലിന്റെ കേസിനകത്ത് ഇറിഗേഷനകത്ത് പറഞ്ഞ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഡ്രെയിനിന് മുകളിലാണ് കനാലാണ് വാട്ടർ ക്യാരിയിങ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അവിടെ കനാലാണ്. ആ കനാൽ നിർമ്മിക്കുകയാണെങ്കിൽ അതിനെയാണ് അക്യൂഡക്റ്റ് എന്ന് പറയുക. ഇപ്പോൾ തൽക്കാലം ഈ കാണുന്ന ചിത്രത്തിനകത്ത് ഈ ഒരു കാര്യം വ്യക്തമായി പഠിക്കാം. ഒരു നാച്ചുറൽ വാട്ടർ കോഴ്സ്, അതിന് മുകളിൽ വാട്ടർ ക്യാരി ചെയ്യുന്ന വേറൊരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് അക്യൂഡക്റ്റ് എന്നുള്ള വാക്ക് പറയുന്നത് അല്ലെ? വാട്ടർ ക്യാരിയിങ് ബ്രിഡ്ജസ് കൺസ്ട്രക്റ്റഡ് ഓവർ ആൻഡ് അക്രോസ് ദ നാച്ചുറൽ വാട്ടർ കോഴ്സിന് മുകളിൽ ആണ് ഈ വാട്ടർ ക്യാരി ചെയ്യുന്ന ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് അക്യൂഡക്റ്റ് എന്ന് പറയുക. ഇനി ഒരു വിയാഡക്റ്റ് ആണ്. വിയാഡക്റ്റിന്റെ പ്രത്യേകത ഇവിടെ നോക്കട്ടോ, ഇതൊരു വാലിയാണ് അല്ലെ? ആ വാലിയെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ സ്പാനോട് കൂടിയ ബ്രിഡ്ജസ് ആണ് അല്ലെ? ഒരുപാട് ചെറിയ സ്പാനുകൾ കൂടിയ ഒരുപാട് സ്പാനുള്ള എല്ലാ സ്പാനുകളും ചെറിയ സ്പാനുകളായിരിക്കും. ഇതിനെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന, വാലിയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജസിനെ പറഞ്ഞ പേരാണ് വിയാഡക്റ്റ് എന്ന് പറയാം. വാലികളെ തമ്മിൽ ക്രോസ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്യുന്ന ഈ പാലത്തിനെ പറഞ്ഞ പേരാണ് വിയാഡക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിന്റെ പ്രത്യേകത സ്മോൾ സ്പാൻ ആയിരിക്കും. ഒരുപാട് എണ്ണം ഉണ്ടാവും. ചെറിയ സ്പാനോടുകൂടിയ ഒരുപാട് സ്പാനുകൾ ഉണ്ടാവും. ചെറിയ സ്പാനിന്റെ അളവ് വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരുപാട് സ്പാനുകൾ ഉണ്ടാവും. വാലിയെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് വിയാഡക്റ്റ് എന്നുള്ള വാക്ക്. ഇങ്ങനെ പറയുന്നുണ്ട്, ലോങ് കണ്ടിന്യൂസ് സ്ട്രക്ചർ ക്യാരിങ് ദ റോഡ് ഓർ റെയിൽവേ ട്രെയിൻ ഓവർ ഡ്രൈ വാലി. ഇപ്പോൾ വാലിയുടെ അടുത്ത് വാലിയെ തമ്മിൽ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന പാലങ്ങളാണ് വിയാഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് ഈ ചിത്രത്തിനകത്ത് തന്നെ കാണുന്നുണ്ട്, ഇവിടെ ഒരു റോഡ് വേ കാണുന്നുണ്ട്. ഇതൊരു റെയിൽ ലൈൻ ആണ് അല്ലെ? അപ്പോൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു റെയിൽ ലൈനിന് വേണ്ടിയിട്ടാണ്, വാലിയിലൂടെ ക്രോസ് ചെയ്ത് പോകാൻ ഒരു റെയിൽ ലൈൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പോൾ സെവറൽ സ്മോൾ സ്പാൻസ് അല്ലെ, കമ്പോസ്ഡ് ഓഫ് സെവറൽ സ്മോൾ സ്പാൻസ് ഫോർ ക്രോസിംഗ് എ വാലി. അത് തന്നെയാണ് വിയാഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഒരുപാട് ചെറിയ സ്പാനുകൾ വാലിയിലൂടെ കണക്ട് ചെയ്യുന്നു, വാലിയിലൂടെ പോകുന്നു അല്ലെ? അപ്പോൾ ഇതിനെയാണ് വിയാഡക്റ്റ് എന്നുള്ള വാക്ക് പറയുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ബ്രിഡ്ജസ് കമ്പോസ്ഡ് ഓഫ് സെവറൽ സ്മോൾ സ്പാൻസ് ഫോർ ക്രോസിംഗ് എ വാലി. ഒരു വാലിയെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ സ്പാനോടുകൂടിയ ഒരുപാട് സ്പാനുകൾ, ചെറിയ സ്പാനിന്റെ അളവ് കുറവായിരിക്കും, ഒരുപാട് സ്പാനുകൾ അങ്ങനെ കമ്പോസ് ഉള്ള ബ്രിഡ്ജുകളെ പറഞ്ഞ പേരാണ് വിയാഡക്റ്റ് എന്ന് പറയാം. ലോങ് കണ്ടിന്യൂസ് സ്ട്രക്ചർ ക്യാരിങ് ദ റോഡ് ഓർ റെയിൽവേ ലൈൻ ഓവർ ദ ഡ്രൈ വാലി. ഇനി
പെഡസ്ട്രിയൻ ബ്രിഡ്ജ് ആണ്. പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാൽനട യാത്രക്കാർക്കുള്ള ബ്രിഡ്ജ് അല്ലെങ്കിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് അല്ലേ. ഇതൊരു പെഡസ്ട്രിയൻ ബ്രിഡ്ജ് ആണ്, ഒരു കാൽനട യാത്രക്കാർക്ക്. അപ്പോൾ പർപ്പസ് കാൽനട യാത്രക്കാർക്ക് മാത്രമാണ്. അതുകൊണ്ട് പെഡസ്ട്രിയൻ എന്നുള്ള വാക്ക് കാൽനട യാത്രക്കാർക്ക് വേണ്ടി മാത്രം അല്ലേ. അല്ലെങ്കിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ്, നമുക്കറിയാം റെയിൽവേക്കകത്ത് വരുന്ന ഫുട്ട് ഓവർ ബ്രിഡ്ജ്, പെഡസ്ട്രിയൻ ഫുട്ട് ഓവർ ബ്രിഡ്ജ് അല്ലേ. നമുക്കറിയാം ട്രാക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കുന്ന പെഡസ്ട്രിയൻ, ഇതും കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പെഡസ്ട്രിയൻ ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ് കാൽനട യാത്രക്കാർക്ക് വേണ്ടി. അക്യൂഡക്റ്റ് എന്ന് പറഞ്ഞാലോ വാട്ടർ ക്യാരി ചെയ്യുന്ന ബ്രിഡ്ജസ് നിർമ്മിക്കുന്നു. വിയാഡക്റ്റ് എന്ന് പറയുമ്പോഴോ വാലിയെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് റോഡ്സിനോ റെയിൽവേക്കോ വേണ്ടി നിർമ്മിക്കുന്ന ചെറിയ സ്പാനോട് കൂടിയ ബ്രിഡ്ജസിനെ പറഞ്ഞ പേരാണ് വിയാഡക്റ്റ് എന്ന് പറയുക. പെഡസ്ട്രിയൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പെഡസ്ട്രിയൻ ബ്രിഡ്ജ് അല്ലെ. അതേപോലെ തന്നെ റോഡ് ഹൈവേ ഫംഗ്ഷന് വേണ്ടിയിട്ട് അല്ലെ, റോഡ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോഡുകൾ തമ്മിൽ കണ്ട് നമുക്കറിയാം, നമ്മൾ മിക്കവാറും കാണുന്ന ഹൈവേകളിലൊക്കെ ഇപ്പോൾ ഒരുപാട് ബ്രിഡ്ജസ് കാണാറുണ്ട് അല്ലെ. അതിനെ ഹൈവേ അല്ലെങ്കിൽ റോഡ് വേ ബ്രിഡ്ജ് എന്ന് പറയാം. ഹൈവേ അല്ലെങ്കിൽ റോഡ് വേ ബ്രിഡ്ജസ് എന്നാണ് പറയുക. ഹൈവേ അല്ലെങ്കിൽ റോഡ് വേ ബ്രിഡ്ജസ്, ഹൈവേ അല്ലെങ്കിൽ റോഡ് വേ ബ്രിഡ്ജസ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ റെയിലുകൾക്ക് വേണ്ടി പോകാൻ ആവശ്യമായ ബ്രിഡ്ജുകൾ അതിനെ റെയിൽ ബ്രിഡ്ജുകൾ എന്ന് പറയുന്നു. റെയിൽവേക്ക് വേണ്ടി പോകാൻ വേണ്ടി ആവശ്യമായ ബ്രിഡ്ജുകളെ റെയിൽ ബ്രിഡ്ജ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ റോഡും റെയിലും കൂടിയ ബ്രിഡ്ജുകളുണ്ട്, അതിനെ റോഡ് കം റെയിൽ ബ്രിഡ്ജ് എന്ന് പറയുന്നു. റോഡ് കം റെയിൽ ബ്രിഡ്ജ് അല്ലെ. ഇതിനകത്ത് കാണുന്നുണ്ട് മുകളിലൂടെ റോഡും ഈ കാണുന്ന താഴെയുടെ റെയിൽവേയും പോകുന്നുണ്ട്. അത്തരത്തിലുള്ള അപ്പോൾ ഇത് എക്കണോമിക്കലായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടി കൺസ്ട്രക്ഷൻ എക്കണോമിക്കൽ ആവാൻ വേണ്ടിയിട്ടാണ് റോഡും റെയിലും ഒരുമിച്ച് നിർമ്മിക്കുന്നത്. റോഡും റെയിലും ഒരുമിച്ച് നിർമ്മിക്കുന്നത് റോഡ് കം റെയിൽ ബ്രിഡ്ജ് ആണ്. റോഡ് ഫംഗ്ഷനും ഉപയോഗിക്കാം, റെയിൽ ഫംഗ്ഷനും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന റോഡ് കം റെയിൽ ബ്രിഡ്ജ് ആണ്. അപ്പോൾ പ്രധാനമായും ഫംഗ്ഷൻ അനുസരിച്ച് അക്യൂഡക്റ്റ്, വിയാഡക്റ്റ്, അതുപോലെ തന്നെ പെഡസ്ട്രിയൻ ബ്രിഡ്ജുകൾ, ഹൈവേ ബ്രിഡ്ജുകൾ, റെയിൽവേ ബ്രിഡ്ജുകൾ, റോഡ് കം റെയിൽ ബ്രിഡ്ജുകൾ, ഇതാണ് അതിൻ്റെ ഫംഗ്ഷൻ അല്ലേ. അക്യൂഡക്റ്റ് എന്ന് പറയുമ്പോൾ വാട്ടർ ക്യാരിങ് ബ്രിഡ്ജാണ്. വിയാഡക്റ്റ് എന്ന് പറയുമ്പോൾ ഏതാ വാലിയെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെവറൽ സ്മോൾ സ്പാനോട് കൂടിയ ബ്രിഡ്ജുകളെ പറഞ്ഞ പേരാണ് വിയാഡക്റ്റ് എന്ന് പറയുക അല്ലേ. അത് ലോങ് കണ്ടിന്യൂസ് സ്ട്രക്ചർ ക്യാരിങ് ദ റോഡ് ഓർ റെയിൽവേ ലൈൻ ഓവർ ഡ്രൈ വാലി അല്ലെ. ആ ഡ്രൈ വാലിയെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഏതാ ഈ റോഡ് അല്ലെങ്കിൽ റെയിൽവേ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോങ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രക്ചറിലെ പറഞ്ഞ പേരാണ് വിയാഡക്റ്റ് എന്ന് പറയുക. പെഡസ്ട്രിയൻ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള പെഡസ്ട്രിയൻ ബ്രിഡ്ജ്, ഹൈവേ അല്ലെങ്കിൽ റോഡ് വേ ബ്രിഡ്ജ്, റെയിൽ ബ്രിഡ്ജ്, റോഡ് കം റെയിൽ ബ്രിഡ്ജ് അല്ലെ. ഇത്രയാണ് ഫംഗ്ഷനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി അലൈൻമെന്റ് ഓഫ് ബ്രിഡ്ജിന്റെ അലൈൻമെന്റിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്ന് സ്ട്രൈറ്റ് ഓർ സ്ക്വയർ ബ്രിഡ്ജും അതേപോലെ തന്നെ സ്ക്യൂ ബ്രിഡ്ജും. ഇവിടെ നോക്കിക്കോളൂ, ഇതിനകത്ത് ഞാനൊരു ഇമേജ് കാണിച്ചു തരാം. ഇപ്പോൾ റിവറിന്റെ ഫ്ലോ പോകുന്നുണ്ട്, അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് അല്ലെ, പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ് ഇവിടെ ബ്രിഡ്ജ് നിർമ്മിച്ചത്. എന്താ ഇങ്ങനെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാ ബ്രിഡ്ജിന്റെ ലെങ്ത് കുറവാവുന്നത് റിവർ ഫ്ലോന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നിർമ്മിക്കുമ്പോഴാണ് അല്ലെ. ബ്രിഡ്ജിന്റെ ലെങ്ത് കുറവാണ് ഇവിടെ നോക്കിയുള്ളൂ. ബ്രിഡ്ജിന്റെ ലെങ്ത് ഇവിടെ ഈ പറഞ്ഞ റിവർ ഫ്ലോനെ ഇൻക്ലൈൻ ഡയറക്ഷനിലാണ് ഇവിടെ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ. റിവർ ഫ്ലോ എങ്ങനെയാണ്, അതിന് ഇൻക്ലൈൻ ഡയറക്ഷനാണ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനാണ് സ്ക്യൂ ബ്രിഡ്ജ് എന്ന് പറയുക. അപ്പോൾ ശരിക്കും നമ്മൾ സാധാരണ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നുണ്ട്, കഴിയുന്നതും റീച്ച് എന്ന് പറയുന്ന ഈ റീച്ച് ഓഫ് സ്ട്രീം എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ആയിരിക്കണം, നമ്മൾ ബ്രിഡ്ജിന്റെ ഡയറക്ഷൻ നിന്നും സ്ട്രൈറ്റ് ആയിരിക്കണം. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി പറയാനുണ്ട്. അവിടെ നോക്കുക, ഏതാ ബ്രിഡ്ജ് അതിന്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് റിവർ ഫ്ലോന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആവുന്ന ബ്രിഡ്ജുകളെ പറഞ്ഞ പേരാണ് സ്ട്രൈറ്റ് ഓർ സ്ക്വയർ ബ്രിഡ്ജ്. നോക്കിക്കോളൂ, ഇതാണ് ബ്രിഡ്ജിന്റെ ലൈന്, സെൻട്രൽ ലൈൻ അല്ലെ. ആ കാണുന്ന സെൻട്രൽ ലൈൻ ഏതാ റിവർ ഫ്ലോന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, റിവർ ഫ്ലോന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതാണ് സ്ട്രൈറ്റ് ഓർ സ്ക്വയർ ബ്രിഡ്ജ് അറിയാം. കാരണം ബ്രിഡ്ജിന്റെ ലെങ്ത് നമുക്ക് കുറവാണ് കിട്ടുന്നത്. അതേ സമയത്ത് ഇൻക്ലൈൻ ഡയറക്ഷനിലാണ് നിർമ്മിക്കുന്നതെങ്കിൽ ഏതാ ബ്രിഡ്ജിന്റെ ആക്സിസിന് റിവർ ഫ്ലോന്റെ ആക്സിസിന് ഇൻക്ലൈൻ ഡയറക്ഷനിലാണ് ബ്രിഡ്ജ് നിർമ്മിക്കുന്നതെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് സ്ക്യൂ ബ്രിഡ്ജ് എന്ന് പറയുക. കഴിയുന്നതും ഈ സ്ക്യൂ ബ്രിഡ്ജ് ഒഴിവാക്കാനാണ് പറയുന്നത്. കഴിയുന്നതും ഈ കാണുന്ന സ്ക്യൂ ബ്രിഡ്ജ് ഒഴിവാക്കാനാണ് പറയുന്നത് കേട്ടോ. ആ ഒരു പോയിന്റാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കോളൂ, സ്ട്രൈറ്റ് ഓർ സ്ക്വയർ ബ്രിഡ്ജ് അതിന്റെ പ്രത്യേകത ബ്രിഡ്ജസ് ഹാവിങ് ഇറ്റ് സെൻട്രൽ ലൈൻ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ആക്സിസ് ഓഫ് റിവറിന്റെ ആക്സിസിന് റൈറ്റ് ആംഗിൾ ആണ്. അതാണ് സ്ട്രൈറ്റ് ഓർ സ്ക്വയർ ബ്രിഡ്ജ് എന്ന് പറയാം. സ്ക്യൂ ബ്രിഡ്ജിന്റെ പ്രത്യേകത ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്ന റിവറിന്റെ ഫ്ലോന് അല്ലെങ്കിൽ ആക്സിസിന് ഇൻക്ലൈൻ ഡയറക്ഷൻ 90 ഡിഗ്രി അല്ലാത്ത ആംഗിളിലാണ് നിർമ്മിക്കുന്നതെങ്കിൽ അതിനാണ് സ്ക്യൂ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി കഴിയുന്നതും ഈ പറഞ്ഞ സ്ക്യൂ ബ്രിഡ്ജ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ആസ് ഫാർ ആസ് പോസിബിൾ സ്ക്യൂ ബ്രിഡ്ജസ് ഷുഡ് ബി അവോയ്ഡ് അല്ലെ. ഇനി മിക്കവാറും നമുക്ക് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സൈറ്റ് ഓഫ് ബ്രിഡ്ജിനകത്ത് റീച്ച് ഓഫ് സ്ട്രീം എന്ന് പറയുന്നതും സ്ട്രൈറ്റ് ആയിരിക്കണം.
കേട്ടോ. അറ്റ് ദ സൈറ്റ് ഓഫ് ബ്രിഡ്ജ് റീച്ച് ഓഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ പുഴയുടെ ഒഴുക്ക് അതും സ്ട്രൈറ്റ് ആയിരിക്കണം. അതിനകത്തും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അറ്റ് ദ സൈറ്റ് ഓഫ് ബ്രിഡ്ജ് ദ റീച്ച് ഓഫ് ദ സ്ട്രീം ഷുഡ് ബി സ്ട്രൈറ്റ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയതാണ്. സൈറ്റ് ഓഫ് ബ്രിഡ്ജ് സൈറ്റിനകത്ത് റീച്ച് ഓഫ് സ്ട്രീം ഷുഡ് ബി സ്ട്രൈറ്റ്. എന്താ വെച്ചാൽ അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമുക്ക് സ്ട്രൈറ്റ് അല്ലെങ്കിൽ സ്ക്വയർ ബ്രിഡ്ജ് നിർമ്മിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാചകം പറയുന്നത്. അറ്റ് ദ സൈറ്റ് ഓഫ് ബ്രിഡ്ജ് ദ റീച്ച് ഓഫ് ദ സ്ട്രീം ഷുഡ് ബി സ്ട്രൈറ്റ്. ഇനി അതേപോലെ തന്നെ ബേസ്ഡ് ഓൺ IRC ലോഡിങ്ങിനെ അപ്പോൾ ലോഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ് AA ലോഡിംഗ് ബ്രിഡ്ജസ്, ക്ലാസ് A ലോഡിംഗ് ബ്രിഡ്ജസ്, ക്ലാസ് B ലോഡിംഗ്, ക്ലാസ് 70R ലോഡിംഗ്. അതിനകത്ത് ക്ലാസ് AA ലോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ മുനിസിപ്പൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയക്കകത്തുള്ള നാഷണൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹൈവേ ഇതെല്ലാം ഉൾപ്പെടുന്ന പെർമനൻ്റ് ആയിട്ടുള്ള ബ്രിഡ്ജസുകളാണ് ക്ലാസ് AA ലോഡിങ്ങിനകത്ത് വരുന്നത്. പെർമനൻ്റ് ആയിട്ടുള്ള ഇവിടെ മുനിസിപ്പൽ ഏരിയക്കകത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയക്കകത്ത് അതുപോലെ തന്നെ നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ മുനിസിപ്പൽ ഏരിയയിൽ നിർമ്മിക്കുന്ന ബ്രിഡ്ജസുകൾ, ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിർമ്മിക്കുന്ന ബ്രിഡ്ജസുകൾ, നാഷണൽ ഹൈവേകൾ, സ്റ്റേറ്റ് ഹൈവേ ഇതൊക്കെ ക്ലാസ് AA ലോഡിംഗ് ആണ്. ക്ലാസ് A ലോഡിങ്ങിനകത്ത് ഇതും പെർമനന്റ് ബ്രിഡ്ജസ് തന്നെ. ക്ലാസ് AA ലോഡിങ്ങും പെർമനന്റ് ബ്രിഡ്ജസ് തന്നെയാണ്. ക്ലാസ് എയും പെർമനന്റ് ബ്രിഡ്ജസ് തന്നെയാണ്. അവിടെ ഒരു പറയുന്നത് ഈ ക്ലാസ് AAക്കകത്ത് പറയാത്ത ബ്രിഡ്ജസുകളെല്ലാം ക്ലാസ് A ലോഡിങ്ങിനകത്ത് ഉൾപ്പെടുത്താം. അതായത് നേരത്തെ പറഞ്ഞ മുനിസിപ്പൽ ഏരിയയിലെ, ഇൻഡസ്ട്രിയൽ ഏരിയയിലെ, നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ എന്നുള്ള അങ്ങനെയാണ് നമ്മൾ ക്ലാസ് AA എന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ അല്ലാത്ത ബ്രിഡ്ജസ് ഉണ്ടാവും, അല്ലെങ്കിൽ കൾവേർട്ടുകൾ ഉണ്ടാവാം. ആ ബ്രിഡ്ജസിനെയും കൾവേർട്ടിനെയും ക്ലാസ് A ലോഡിങ്ങിനകത്ത്, അത് പെർമനന്റ് ബ്രിഡ്ജസ് തന്നെയാണ്, റോഡ് ബ്രിഡ്ജസ് തന്നെയാണ്, കൾവേർട്ടുകൾ തന്നെയാണ്. ഇത് ക്ലാസ് A ലോഡിങ്ങിനകത്ത് പറയുന്നു. ഇനി ക്ലാസ് B ലോഡിങ്ങിനകത്ത് ടെമ്പററി ബ്രിഡ്ജസ് ആണ്. ക്ലാസ് B ലോഡിങ്ങിനകത്ത് താൽക്കാലികമായി നിർമ്മിക്കുന്ന ബ്രിഡ്ജസുകളാണ്, ടെമ്പററി ബ്രിഡ്ജസുകളാണ്. അതേപോലെ തന്നെ ക്ലാസ് 70R ലോഡിംഗ്. ഇത് ചെറിയൊരു കേട്ടോ. ഇവിടെ R എന്ന് പറയുന്നത് റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള അർത്ഥമാണ്. R എന്ന് പറയുന്നത് റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ എവിടെയാ ഈ ക്ലാസ് AA ലോഡിംഗ് പറയുന്ന സ്ഥലങ്ങളിൽ ക്ലാസ് 70R ലോഡിംഗ് പറയുന്നുണ്ട്, സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ക്ലാസ് AA ലോഡിംഗ് പറയുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ക്ലാസ് 70R ലോഡിംഗ് നമുക്ക് പറയാം. എന്താ വെച്ചാലേ ഇവിടെ ഈ 70 എന്ന് പറയുന്നത് ആ ട്രാക്ക് വെഹിക്കിൾ ഇല്ലേ, 70 ടണ്ണിന്റെ വെഹിക്കിൾ ഉണ്ടാവാം, 40 വെഹിക്കിളിന്റെ വീല് കയറുന്ന വെഹിക്കിൾ ഉണ്ടാവാം. അത്തരത്തിലുള്ള വെഹിക്കിൾ പോകുന്ന ബ്രിഡ്ജസിനെ ആണ് പ്രധാനമായിട്ടും ക്ലാസ് 70R ലോഡിംഗ്. പെർമനന്റ് ബ്രിഡ്ജസ് തന്നെയാണ്. വളരെ ക്ലാസ് A ലോഡിംഗ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രിഡ്ജസ് തന്നെയാണ്. ഇവിടെ ചെറിയൊരു ക്ലാസ് 70R എന്ന റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ക്ലാസ് AA ലോഡിംഗ് പറയുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് ക്ലാസ് 70R ലോഡിംഗ് പറയുന്നത്. ഇവിടെ 70 എന്ന് പറഞ്ഞാൽ അതിന്റെ എത്ര ടൺ വെഹിക്കിൾ ആണ്, ട്രാക്ക്ഡ് വെഹിക്കിൾ ആണ് എന്ന് പറയുന്നതാണ് ഈ 70R. അതേപോലെ തന്നെ അല്ലെങ്കിൽ 40 ടൺ വെഹിക്കിൾ, 40 ടൺ വെയിറ്റ് വെഹിക്കിളും അല്ലെങ്കിൽ 70 ടണ്ണുള്ള ട്രാക്ക്ഡ് വെഹിക്കിളൊക്കെ ഉൾപ്പെടുന്നതാണ് ക്ലാസ് 70R ലോഡിംഗ്. കുറച്ചും കൂടി കൂടിയ അളവിൽ ലോഡ് ക്യാരി ചെയ്യുന്ന വാഹനങ്ങൾ പോകുന്ന ബ്രിഡ്ജസുകളാണ് ക്ലാസ് 70R ലോഡിംഗ്. അതായത് പെർമനന്റ് ബ്രിഡ്ജസ് തന്നെയാണ്. ക്ലാസ് AA ലോഡിങ്ങിനകത്ത് പറയുന്നതിനാണ്. ഒന്നുകൂടി നോക്കാം. ക്ലാസ് AA ലോഡിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു മുനിസിപ്പൽ ഏരിയയിലെ, ഇൻഡസ്ട്രിയൽ ഏരിയയിലെ, നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ തുടങ്ങിയവ അല്ലെ. ബ്രിഡ്ജസ് വിത്തിൻ മുനിസിപ്പൽ, ഇൻഡസ്ട്രിയൽ, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹൈവേ. ക്ലാസ് A ലോഡിംഗ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതിൽ ഉൾപ്പെടാത്ത പെർമനന്റ് ബ്രിഡ്ജുകളാണ് അല്ലെ. ഈ മുനിസിപ്പൽ ഏരിയയിലെ, ഇൻഡസ്ട്രിയൽ ഏരിയയിലെ, സ്റ്റേറ്റ് ഹൈവേ, നാഷണൽ ഹൈവേ അത് ഒഴിച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പെർമനന്റ് ബ്രിഡ്ജുകളെ പറഞ്ഞ പേരാണ് ക്ലാസ് A ലോഡിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഇൻക്ലൂഡ് പെർമനന്റ് റോഡ് ബ്രിഡ്ജസ് ആൻഡ് കൾവേർട്സ് നോട്ട് കവേർഡ് ബൈ ക്ലാസ് AA ലോഡിംഗ്. ക്ലാസ് B ലോഡിംഗ് എന്ന് പറയുമ്പോൾ ടെമ്പററി ബ്രിഡ്ജസ് ആണ്. ഫോർ ദ ഡിസൈൻ ഓഫ് ടെമ്പററി ബ്രിഡ്ജസ്. ക്ലാസ് 70R ലോഡിംഗ്. ക്ലാസ് 70R എന്ന് പറഞ്ഞാൽ റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ ആണ്. 70 എന്ന് പറയുന്നത് ട്രാക്ക്ഡ് വെഹിക്കിൾ ഓഫ് 70 ടൺ, 70 ടണ്ണുള്ള വെഹിക്കിൾ അല്ലെങ്കിൽ 40 ടൺ വെഹിക്കിൾ ഇത് പോകുന്ന റോഡുകളുള്ള ബ്രിഡ്ജസിനെ പറഞ്ഞ പേരാണ് പറയുക ക്ലാസ് 70R ലോഡിംഗ് എന്ന് പറയുക. R എന്ന് പറഞ്ഞ റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ അല്ലെ. എവിടെ തന്നെ ഉപയോഗിക്കുന്ന ക്ലാസ് AA ലോഡിംഗ് ഉപയോഗിക്കുന്ന അവിടെ തന്നെയാണ് സംടൈംസ് സ്പെസിഫൈ ചെയ്യുന്നത്, ചിലപ്പോൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവാം. അത് ട്രാക്ക്ഡ് വെഹിക്കിൾ ഓഫ് 70 ടൺസ് ഓർ എ വീൽഡ് വെഹിക്കിൾ ഓഫ് 40 ടൺസ്. ഇതാണ് ക്ലാസ് 70R ലോഡിംഗ്. അപ്പോൾ ബേസ്ഡ് ഓൺ IRC ലോഡിംഗ്, ക്ലാസ് AA ലോഡിംഗ്, ക്ലാസ് A ലോഡിംഗ്, ക്ലാസ് B ലോഡിംഗ്, ക്ലാസ് 70R ലോഡിംഗ്. ഇത്രയാണ് ഈ ബ്രിഡ്ജസിന്റെ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്ത് പറയുന്നത്.
ഇതിനകത്ത് പ്രധാനമായും സമ്മറിക്കകത്ത് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ലെങ്ത് ഓഫ് ബ്രിഡ്ജ് അല്ലെ, സ്പാനിനെ ബേസ് ചെയ്ത് ലോങ് സ്പാൻ ബ്രിഡ്ജ് 120 മീറ്റർ കൂടുതലുള്ളതിനെ മേജർ ബ്രിഡ്ജ് 30-നും 120 മീറ്ററിനും ഇടയിൽ, മൈനർ ബ്രിഡ്ജ് 6-നും 30-നും ഇടയിൽ, 6 മീറ്ററിൽ താഴെയുള്ളതെല്ലാം കൾവേർട്ട്, 1 മീറ്ററിൽ താഴെയുള്ളതെല്ലാം വെൻഡ്വേ, മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ടിമ്പർ, കോൺക്രീറ്റ്, മേസണറി, അയൺ, പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ്, സ്റ്റീൽ ബ്രിഡ്ജ്. ആ സ്റ്റീൽ ബ്രിഡ്ജിനകത്ത് സ്റ്റീൽ ത്രൂ പ്ലേറ്റ് ബ്രിഡ്ജ് ഉണ്ട്, സ്റ്റീൽ ഗർഡർ ബ്രിഡ്ജ് ഉണ്ട്, സ്റ്റീൽ ട്രസ് ബ്രിഡ്ജ് ഉണ്ട്, സസ്പെൻഷൻ ബ്രിഡ്ജസ് ഉണ്ട്, RCC ബ്രിഡ്ജസുകൾ, RCC ബ്രിഡ്ജ് സ്ലാബ് ബ്രിഡ്ജ് ഉണ്ട്, T-beam ആൻഡ് സ്ലാബ് ബ്രിഡ്ജ് ഉണ്ട്, റിജിഡ് ഫ്രെയിം ബ്രിഡ്ജ് ഉണ്ട്, മൾട്ടിപ്പിൾ സ്പാൻ പോർട്ടർ ബ്രിഡ്ജ് ഉണ്ട്, ഡബിൾ കാൻലിവർ ബ്രിഡ്ജ് ഉണ്ട്, ബോസ്ട്രിംഗ് ഗർഡർ ബ്രിഡ്ജ് ഉണ്ട്. അതേപോലെ തന്നെ കോമ്പോസിറ്റ് ബ്രിഡ്ജസ് ഉണ്ട്. അക്കോർഡിംഗ് ടു പൊസിഷൻ ഓഫ് ബ്രിഡ്ജ് ഫ്ലോ ഡെക്ക് ബ്രിഡ്ജ് ഉണ്ട്, ത്രൂ ബ്രിഡ്ജ് ഉണ്ട്, സെമി ത്രൂ ബ്രിഡ്ജസ് ഉണ്ട്. അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചറിനനുസരിച്ചിട്ട് സ്ലാബ് ബ്രിഡ്ജ്, ബീം ബ്രിഡ്ജ്, ട്രസ് ബ്രിഡ്ജ്, ആർച്ച് ബ്രിഡ്ജ്, സസ്പെൻഷൻ ബ്രിഡ്ജ്, റോഡ് ലെവലിനെ ബേസ് ചെയ്തിട്ട് ഹൈ ലെവൽ ബ്രിഡ്ജ്, സബ്മർസിബിൾ ബ്രിഡ്ജ്, ഡ്യൂറേഷൻ ഓഫ് യൂസ് പെർമനന്റ് ബ്രിഡ്ജ്, ടെമ്പററി ബ്രിഡ്ജ്, മിലിറ്ററി ബ്രിഡ്ജ്, അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ അക്യൂഡക്ട്, വിയാഡക്ട്, പെഡസ്ട്രിയൻ ഓർ ഫുട് ഓവർ ബ്രിഡ്ജ്, റോഡ് ബ്രിഡ്ജ്, rail bridge, road cum rail bridge, according to the alignment of bridge, straight or square bridge, അതുപോലെ തന്നെ സ്ക്യൂ ബ്രിഡ്ജ് അല്ലെ, ഏതാ റിവറിന്റെ ഫ്ലോന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ബ്രിഡ്ജസുകളാണ് സ്ട്രൈറ്റ് ഓർ സ്ക്വയർ ബ്രിഡ്ജ്. ഇതും എക്സാമിന് കൂടുതൽ ചോദിക്കാറുള്ളതാണ്. റിവറിന്റെ ഫ്ലോന് ഇൻക്ലൈൻ ഡയറക്ഷനിലാണെങ്കിൽ അതിനെയാണ് സ്ക്യൂ ബ്രിഡ്ജസ് എന്നുള്ള വാക്ക് വരുന്നത്. ബേസ്ഡ് ഓൺ IRC ലോഡിങ്ങിനകത്ത് ക്ലാസ് AA ലോഡിംഗ്, ക്ലാസ് A ലോഡിംഗ്, ക്ലാസ് B ലോഡിംഗ്, ക്ലാസ് 70R ലോഡിംഗ് അല്ലെ. ക്ലാസ് AA ലോഡിംഗ് എന്ന് പറയുമ്പോൾ പെർമനന്റ് ബ്രിഡ്ജസ്, മുനിസിപ്പൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഏരിയക്കകത്തുള്ള സ്റ്റേറ്റ് ഹൈവേ, നാഷണൽ ഹൈവേ ഇതെല്ലാം ക്ലാസ് AA ലോഡിംഗ് ആണ്. ക്ലാസ് A ലോഡിംഗ് എന്ന് പറയുമ്പോൾ ഏത് പെർമനന്റ് ബ്രിഡ്ജസ് തന്നെയാണ്, അതർ ദാൻ ക്ലാസ് AA ലോഡിംഗ്. ക്ലാസ് AA ലോഡിംഗിൽ പറയാത്ത പെർമനന്റ് ബ്രിഡ്ജസുകൾ അല്ലെങ്കിൽ കൾവേർട്ടുകളാണ് ക്ലാസ് A ലോഡിംഗിനകത്തത്. ക്ലാസ് B ലോഡിംഗ് എന്ന് പറയുമ്പോൾ ടെമ്പററി ബ്രിഡ്ജസ് ആണ്. ക്ലാസ് 70R ലോഡിംഗ്, 70R എന്ന് പറഞ്ഞ റിവേഴ്സ്ഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഏതിന്റെ ക്ലാസ് AA ലോഡിംഗിന് പകരം പറയുന്ന റിവേഴ്സ്ഡ് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസ് 70R. എന്താ വെച്ചാൽ 70 ടൺ വെഹിക്കിൾ അതുപോലെ തന്നെ 40 ടൺ വെഹിക്കിൾ, വീൽഡ് വെഹിക്കിൾ പോകുന്ന ബ്രിഡ്ജസുകളാണ് ക്ലാസ് 70R ലോഡിങ്ങിനകത്ത് പറയുന്നത്. ഇത്രയാണ്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി കേട്ട് നോക്കുക. കാണുന്നതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ NCVT എക്സാമിന് ചോദിക്കാറുണ്ട്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവും. എല്ലാവരും മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.